കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ പിരികം ചെയ്യാൻ പോവാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരറ്റത്ത് സ്പൂളിയും വരുന്നുണ്ട്, ഒരറ്റത്ത് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള പ്രൊഡക്റ്റും വരുന്നുണ്ട്. അപ്പോൾ സ്പൂളി കൊണ്ട് നല്ല പോലെ പുരികം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പയ്യെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡ് വേണം ചൂസ് ചെയ്യാൻ. ഒരിക്കലും ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ് നിങ്ങളുടെ ഐബ്രോയിന് ചൂസ് ചെയ്യരുത്. അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു ഐബ്രോ പ്രൊഡക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ PACയുടെ പൗഡർ ഇടാണ്. ഇതൊരു ലൂസ് പൗഡറാണ്. അപ്പോൾ ഞാനൊരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ വര പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ ഇതേപോലെ ബേക്ക് ചെയ്യാനാണ് ഇതിനെ പറയുന്നത്. പൗഡർ ഇതേപോലെ തിക്കായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ബേക്ക്